പണിയൊക്കെ കുറവാണ്, പൈസയൊക്കെ കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുറെ പേർക്ക് സന്തോഷമായി എന്ന് നമുക്ക് ആ കമന്റ് ബോക്സ് കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ഇവനൊന്നും ആരും പണി കൊടുക്കരുതെന്നുള്ളത്. അതായത് പല ആൾക്കാർ കമന്റ്സിലൂടെ ആയിക്കോട്ടെ അവരുടെ കണ്ടന്റിലൂടെ ആയിക്കോട്ടെ കുറെ കണ്ടന്റുകൾ ഉൾപ്പെടെ നമ്മുടെയൊക്കെ അന്നം മുട്ടിക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ. പക്ഷെ ഓക്കെ, അവരുടെ കാര്യം നോക്കിക്കോട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞാലല്ലേ അവർക്ക് അന്നം കിട്ടുള്ളൂ. ഈ പറയുന്ന അന്നം മുടക്കുകൾക്കും നമ്മളെ മുതലാക്കിക്കൊണ്ട് നമ്മൾ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ ഇല്ലാണ്ടായിക്കൊണ്ട് സന്തോഷം കണ്ടെത്തണമെന്നൊക്കെ വിചാരിക്കുന്നവർക്കും ഭക്ഷണം കഴിക്കാൻ വരെ ഇരിക്കുമ്പോഴും ആക്രമിക്കാൻ വരുന്ന തളച്ചിമാർക്ക് ഉൾപ്പെടെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് റിവെഞ്ച്, ദ ക്രൂവലസ്റ്റ് റിവെഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസീവ് സക്സസ് ആണ്. അതായത് ഞാനിപ്പോൾ അവരുടെ ആ ഒരു കുരുപ്പിന്ന് വരെ പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും സന്തോഷിക്കുന്ന അവരുടെ മനസ്സിൽ എന്തോരം സങ്കടം ഉണ്ടാവുമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ഹൈലൈറ്റ് മാൾ എത്തിയപ്പോഴത്തേക്കും നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. കാരണം ഇന്നലെ രാത്രി 2:30 ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ. അപ്പോൾ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഉറക്കം മാറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മളിതേ ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. ഇനി 1 മണിക്കൂറിൻ്റെ ഓട്ടം നമുക്ക് പാലക്കാട് വരെ ഉണ്ട്. നമ്മൾ ഇന്നലെ പണിക്ക് പോയിട്ടുണ്ടായിരുന്ന ഒരു പണിക്കാരനായിട്ടല്ല, ഒരു കമ്പനിയുടെ സൂപ്പർവൈസറായിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ പണിക്കാശ് വന്നിട്ട് 900 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. നാളത്തെ എൻ്റെ പണിയുടെ ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉച്ച വരെയുള്ള പണിയിൽ ഈ പറഞ്ഞ പൈസയുടെ 10 ഇരട്ടിയുടെ ഇരട്ടി തുകയാണ് കിട്ടാൻ പോണത്. നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന പോലെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റി. അപ്പോൾ അതിന് നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ ബ്രാൻഡിനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പാലക്കാടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം.